എന്നാൽ എന്താണ് ആ വാദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതിയൊക്കെ വായിച്ചല്ലോ. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി വിവരമുള്ളവരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പോഴന്മാരല്ല, വിവരമുള്ളവരാണ്. ഹുസൈൻ സലഫി, ഡോക്ടർ സക്കരിയ സലഫി, അബ്ദുൽ ജബ്ബാർ മൗലവി, ഇങ്ങനെ എണ്ണി മൂപ്പര് വായിച്ചു എന്നാ. മൂപ്പര് ഇവരൊക്കെ ഉള്ള ടീമാണ്, ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിട്ടോ. പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹിദുകൾ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്നാൽ ഇയാൾ ഇത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ്, 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാ. മലക്കുകളെ വിളിച്ചിടാൻ പറഞ്ഞു അത്രേ. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വാചകം കൊണ്ട് അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല. അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം മടപൂരികളോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴും യുവത പ്രസിദ്ധീകരിക്കുന്ന ബുക്കായത്. നിങ്ങളുണ്ടല്ലോ 2007 ഏപ്രിൽ ഇസ്ലാഹ് എന്ന് പറഞ്ഞ് വായിക്കണ്ട. യുവത എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. പറ്റാത്ത ആളാണെങ്കിൽ പറയണം, പറ്റാത്ത ആളാണെങ്കിൽ പറയണം. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കേട്ടോളൂ. അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട്, അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, വിജനപ്രദേശം വെച്ചാൽ ആളില്ലാത്ത പ്രദേശം, ആളില്ലാത്ത പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും, ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. ഒന്നുകൂടി കേട്ടോ, എഴുതി വെച്ചോ, പഠിച്ചോ. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് വായിച്ചില്ലേ? തത്തുല്യമായ വാചകമാണ് പറയുന്നത്. എന്താ പറയുന്നത്? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. എത്ര ക്യാരറ്റായത്? എത്ര ക്യാരറ്റാണ് ശിർക്ക്? ഇതന്ന് മർക്കസ് ദാവക്കാരോട് ചോദിച്ചതാണ്. എന്നാൽ അത് എത്ര ക്യാരറ്റാണ് ശിർക്ക് എന്ന് ചോദിച്ച അനസ് മൗലവി ഇവിടെ വന്ന് പറഞ്ഞെന്താ? അത് തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ ശിർക്കാണ്. എങ്ങനെയുണ്ട്? അന്ന് ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തെ ചെറിയ മുണ്ടം എഴുതിയ ലേഖനവുമായി കൊണ്ട് താരതമ്യപ്പെടുത്തി ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വായിക്കണം എന്താ? ഈ പുസ്തകത്തിൽ നിന്നാണ്. എന്നാൽ ജബ്ബാർ മൗലവി എഴുതി കേട്ടോ, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലെ വഴി അറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് ബ്രാക്കറ്റിൽ എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ, മെല്ലല്ല, എന്തിനാ ഉച്ചത്തിൽ വിളിക്കണത്? എന്തിനാ ഉറക്ക വിളിക്കണത്? അത് പ്രാർത്ഥനയാണെങ്കിൽ ഉറക്ക വിളിക്കണോ? റബ്ബക്കും തളർറോമോ ഖുഫിയ എന്ന് പറഞ്ഞല്ലേ? അള്ളാനെ വിളിക്കേണ്ടത് ഒച്ചത്തിലല്ല, അള്ളാനെ മെല്ലെ വിളിക്കണ്ട്. പിന്നെ എന്തിനാ ഒച്ചത്തിൽ വിളിക്കാൻ ജബ്ബാർ മൗലവി എഴുതിയത്? അത് പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അന്ന് എത്ര ക്യാരറ്റ് ശിർക്കാണ് എന്ന് അനസ് മൗലവി ചോദിച്ചിരുന്നു. ഇപ്പോൾ അതേ അനസ് മൗലവി തന്നെ പറയുന്നു അത് 22 ക്യാരറ്റ് ശിർക്കാണ്. എന്താണ് സഹോദരന്മാർ ഇങ്ങനെ ആയാൽ?